ഇവിടെ ഒരു രാജകുമാരന് കല്യാണം നടക്കുന്നു. എന്നാൽ കല്യാണം കഴിഞ്ഞ ഉടനെ ആചാരമാണെന്ന് പറഞ്ഞ് രാജകുമാരന്റെ രക്തവും പെൺകുട്ടിയുടെ രക്തവും ചേർത്ത് വെക്കുന്നു. അതിനുശേഷം ആ പെണ്ണിനെ സ്നേഹത്തോടെ കയ്യിലേക്ക് കോരിയെടുത്ത് ഒരു ഗുഹയുടെ മുന്നിലേക്ക് എത്തിയതും സഡനായി അതിലേക്ക് വലിച്ചെറിയുന്നു. നോക്കിയാൽ ആ ഗുഹയിൽ നരഭോജിയായ ഒരു ഡ്രാഗൺ ഉണ്ട്. ഇപ്പോ അതും ആ പെൺകുട്ടിയെ കൊല്ലാൻ വേണ്ടി ഓടിക്കുന്നു. ഇവളും അതിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ ട്രൈ ചെയ്യുന്നു. അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി ഓടുന്ന സമയത്താണ് അവിടെ പാറയിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അവൾ കാണുന്നത്. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് അവൾക്ക് മുന്നേയും ഒരുപാട് പെൺകുട്ടികളെ ഇവിടേക്ക് കൊണ്ടുവന്ന് ബലി നൽകിയിട്ടുണ്ട്. ഇതിനു മുന്നേ എന്താണ് നടന്നതെന്നാൽ 100 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗുഹയിലെ ഡ്രാഗനെ കൊല്ലാൻ വേണ്ടി ഒരു രാജാവ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ ഡ്രാഗന്റെ 3 കുട്ടികളെയും അവർ കൊന്നുകളഞ്ഞു. അപ്പോൾ കോപം വന്ന ഡ്രാഗൻ രാജാവിന്റെ കൂടെയുള്ള എല്ലാവരെയും കൊന്നുകളഞ്ഞു. എന്നാൽ രാജാവിനെ ജീവനോടെ വിടുന്നതിന് പകരമായി ഈ പരമ്പരയിൽ പെടുന്ന ഓരോ പെൺകുട്ടിയും തനിക്ക് ബലി നൽകണം. അപ്പോൾ മാത്രമേ എന്റെ വേദന നിങ്ങൾക്കും മനസ്സിലാവൂ എന്ന് പറഞ്ഞ് ആ രാജാവിനെ വിട്ടയക്കുന്നു. അതിനായി ഓരോ ജനറേഷനിലും ഇതുപോലെ പാവപ്പെട്ട പെൺകുട്ടികളെ രാജകുമാരിയാക്കി അവരെ ഈ ഡ്രാഗന് ബലി കൊടുക്കുകയായിരുന്നു. ഇതൊക്കെ മനസ്സിലാക്കിയ ഇവൾ ഡ്രാഗൻ ചതിക്കപ്പെടുകയാണെന്ന കാര്യം അതിനെ പറഞ്ഞു മനസ്സിലാക്കുന്നു. ഇതിൽ കോപം വന്ന ആ ഡ്രാഗൻ ആ മുഴുവൻ രാജകുടുംബത്തെയും നശിപ്പിക്കുന്നു.